ഈവൻ നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിനെ പോലും ബാധിക്കുമ്പോഴാണ് അതിനൊരു ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി പാനിക് അറ്റാക്ക്. ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അതിതീവ്രമായ ഉത്കണ്ഠ, അത് ഏതാനും മിനിറ്റേ നീണ്ടു നിൽക്കത്തുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ശാരീരിക ലക്ഷണങ്ങളായിരിക്കും. നെഞ്ചിടിപ്പ് കൂടുക, ചിലപ്പോൾ നെഞ്ചുവേദന വരിക, ശ്വാസം കിട്ടാതെ വരിക, ശരീരം വിയർത്തൊലിക്കുക, കണ്ണിലിരുട്ട് കയറുക, തൊണ്ടയിലെന്തോ തടഞ്ഞിരിക്കുന്നു, വിഴുങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ, കൈകാലുകൾ വിറയ്ക്കുന്നു, കാലിൻ്റെ വിരൽത്തുമ്പുകൾ തണുത്ത് മരവിച്ചു പോകുന്ന അവസ്ഥ, വയറ്റിലൊരു കത്തൽ വരുന്നു, തല ചുറ്റുന്നു, ബാലൻസ് നഷ്ടപ്പെടുന്നു, ഞാനിപ്പോൾ വീണ്ടും മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വെപ്രാളം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ സമനില ഇപ്പോൾ തെറ്റിപ്പോകുമോ എന്ന് തോന്നുന്ന ഒരു വെപ്രാളം 10-15 മിനിറ്റേ നിൽക്കും. അതിങ്ങനെ കൂടി ഒരു പീക്കിലെത്തിയ ശേഷം അതുപോലെ കുറഞ്ഞെങ്കിൽ വരും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ശരിക്കും ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ പോലെ തോന്നും. ഏകദേശം അത്രയും തീവ്രമായ ഒരു ഉത്കണ്ഠ അവസ്ഥയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ഇങ്ങനൊരു ലക്ഷണം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകും, ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് പരിശോധിക്കും. അപ്പോൾ ECGയും ബ്ലഡിൻ്റെ ടെസ്റ്റുകളും ചിലപ്പോൾ മറ്റ് വിശദ പരിശോധനകളും ടെസ്റ്റുകളും ഒക്കെ നടത്തി നോക്കിയിട്ടും ശാരീരിക രോഗങ്ങളുടെ ഒരു ലക്ഷണവും ഇല്ല എങ്കിൽ നമുക്കത് പാനിക് അറ്റാക്കാണെന്ന് ഉറപ്പിക്കാം. 1 മാസക്കാലമായിട്ട് ആവർത്തിച്ച് നിരവധി പ്രാവശ്യം ഈ പാനിക് അറ്റാക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്.